സ്വപ്നം മഴയിൻ ശ്രുതിയായി നിന്നിലലിയവേ ഭൂമിയിൻ നെഞ്ചിലായി ചേരുമാ സ്പന്ദനം കാണുവാൻ നീ മറന്നുവോ? കളി പറയും കാർമുകിൽ പൊഴിയുമാ മഞ്ഞിനെ തലോടുവാൻ വന്നിടുമോ വീണ്ടും? കളി പറയും കാർമുകിൽ പൊഴിയുമാ മഞ്ഞിനെ തലോടുവാൻ വന്നിടുമോ വീണ്ടും? നിൻമിഴി പീലിയിൽ കാണുമെൻ തൂലിക കാണുവാൻ നീ മറന്നുവോ? കാണുവാൻ നീ മറന്നുവോ? ഭൂമിയിൽ തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ഒറ്റപ്പെട്ടു പോയ ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. എൻ്റെ ജീവിതത്തിൽ തനിച്ചുള്ള ജീവിതം ആരംഭിച്ചിട്ട് ഇന്ന് 25 വർഷം പൂർത്തിയാകും. ജോണെ, നീ തന്നെയല്ലേ അവളായിട്ടുള്ള റിലേഷൻ വേണ്ടെന്ന് വെച്ചത്? അവൾ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു അവളുടെ വീട്ടിൽ വേറെ പ്രപ്പോസൽസ് തന്നെയുണ്ട്, നിന്നോട് അവളുടെ അച്ഛനെ ചെന്നുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ. ഇത് ചുമ്മാ ഡാർക്കായി പോയിട്ടാ. എനിക്ക് അപ്പം അങ്ങനെ ചെയ്യാനാ തോന്നിയത്. അവളില്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാനൂടെ പറ്റില്ല. എന്തായാലും കല്യാണം മുടങ്ങിയല്ലോ, അത് മതി. പിന്നെ വലിയ കേമായിപ്പോയി. നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ റിലേഷനിലാണെന്ന് പറഞ്ഞുകൊണ്ട് നീ കാണിക്കുന്ന എല്ലാ ദിവസവും ഞങ്ങളെല്ലാവരും കൂട്ടുവെക്കും നീ വിചാരിക്കരുത്. പിന്നെ നീ ഇപ്പം സന്തോഷിച്ചോ, പക്ഷെ കൊടുത്താ കൊല്ലത്തും കിട്ടും, അത് ഓർത്താ മതി. ഞാൻ പോവാ, നീ വേണം. സത്യമായിട്ട് ഞങ്ങൾ തമ്മിൽ വേണ്ടാത്തൊന്നുമില്ല അമ്മേ. അമ്മയ്ക്ക് ഞാൻ പറയുന്ന വിശ്വാസമില്ലേ? നീ ചോദിച്ചിട്ട് എന്ത് കിട്ടാനാ? നമ്മുടെ മകൾക്ക് കല്യാണ ഭാഗ്യമില്ല. അവൻ എന്റെ അടുത്ത് ദേഷ്യം ചേർക്കുന്നതാ. ഒരു പെണ്ണിന്റെ കല്യാണം മുടക്കിക്കൊണ്ടാണോടി? ഇനി കരഞ്ഞു മെരിഞ്ഞു ഇരിക്കാനാ വിധി. കാരണന്മാര് ചെയ്തു വെച്ചെന്റെ ഗുണമായിരിക്കും. എന്റെ ദൈവം, നിന്നോട് ഞാൻ അവനെ കണ്ടപ്പോഴേ പറഞ്ഞതാ അവനാള് ശരിയല്ല ശരിയല്ലാന്ന്. അവളെങ്ങനെ കണ്ടുപിടിച്ചോണ്ട് വന്നേക്കുന്നു. ഇപ്പൊ അവൻ കാരണം ഞങ്ങൾക്കും കൂടെ നാണക്കേട്. ഇനി ഞാനും അങ്ങനെ എങ്ങനെ പുറത്തിറങ്ങുന്നതിന് കുട്ടുക. ഇനി നീ എന്ത് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? ഒരു നല്ല കല്യാണാലോചന വല്ലതും വരുമോ? ഞാൻ ഇനി എങ്ങനെ ബന്ധുക്കളുടെ മുഖത്ത് നോക്കും? ഈ വീട്ടിൽ ഇതുപോലെ ആരും ജപിച്ചിട്ടില്ല.
ഞാൻ വിശ്വസിക്കത്തില്ല. അല്ലേലും ഇവന് ഈ ഞാൻ ഇച്ചിരി വീമ്പിളക്കിൽ കൂടുതല. ഞാൻ പറയുമ്പോൾ വീമ്പിളക്കോ പൊങ്ങച്ചോ, നീ ഇങ്ങനെ പറയുമ്പോൾ വലിയ സത്യം വേണമെങ്കിൽ വിശ്വസിച്ചാണ്. ഞാൻ പറയുമ്പോഴേലും നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഇവന് കാര്യങ്ങളൊക്കെ അറിയാം. എന്താണ് തർക്കം? ഒന്നുമില്ല സജീവ, മറ്റേ കാര്യമാണ്. ഏത് കാര്യം? സഹിക്കാണ്ട് കല്യാണത്തിന് അതിനിപ്പോ എന്താ, ഇവരെ നമ്മളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞായിരുന്നു. വെള്ളത്തിന് പുറത്ത് അന്ന് അവിടെ ചിലതൊക്കെ നടന്നു. എനിക്ക് വലിയ പ്രശ്നമുള്ള കാര്യമാണ്. കണ്ടോ, ഞാൻ പറഞ്ഞിട്ട് എന്തൊക്കെയായിരുന്നു. ഞാൻ അവളെ കാണാത്തൊന്നുമല്ല, ആ ചൂട് ഇപ്പോഴും പോയിട്ടില്ല. ദേവു, മനസ്സിലായോ? എന്താ ഹരിയേട്ടാ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞേ? ആരെങ്കിലും കണ്ടാൽ അത് മതി. ദേവു, ഈ ബന്ധം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം, അതാ നല്ലത്. എന്താ ഹരിയേട്ടാ പെട്ടെന്ന്, എന്താ കാര്യം? അത് നീ എന്നോട് ചോദിക്കണ്ട. കാര്യം എന്താന്ന് എനിക്ക് അറിയണം. ഹരിയേട്ടൻ അത് പറയണം. അറിയണമല്ലേ? എടി, നീയും അപ്പവും തമ്മിൽ എല്ലാ തരത്തിലുള്ള ബന്ധം ഉണ്ടായിരുന്നതും അവൻ നിന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞതും ഇതെല്ലാം എനിക്കറിയാം. ഇഷ്ടമാണെന്ന് പറഞ്ഞത് സത്യമാ. ആണല്ലോ, അത് മതി, അത്രയും കേട്ടാ മതി. പിന്നീട് നടന്നോട് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. അവൻ എന്റെ നല്ല കൂട്ടുകാരനാ. ഇത് ശരിയാവത്തില്ല ദേവു. കല്യാണം കഴിച്ച് നിന്നെ കൊണ്ട് അവരുടെ മുന്നിൽ കൂടെ പോകുന്നു. ഓ, അതിലും ഭേദം ചാവുന്നു. ഞാൻ പറയുന്ന കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. എന്നേക്കാൾ വിശ്വാസമാണല്ലേ ആ അപവാദം പറയുന്ന വൃത്തികെട്ട കൂട്ടുകാരനെ. ശരി ഹരിയേട്ടാ, എനിക്കിനി ഒന്നും പറയാനില്ല. അപ്പോട്ടാ, എന്താ ദേവൂട്ടി? അന്ന് ഞാൻ പറഞ്ഞതാ എനിക്കിഷ്ടമല്ലാന്ന്. വെള്ളം അടിച്ച് താൻ എൻ്റെ കൈ കയറി പിടിച്ചപ്പോൾ അന്ന് തന്ന അടിയുടെ ചൂട് ഇതുവരെ മറന്നിട്ടില്ല എന്നാണ് ഞാൻ കരുതിയത്. താൻ എൻ്റെ ജീവിതത്തെ തകർത്തത്. ഇനി ഇല്ലാ കഥകൾ പറഞ്ഞാൽ. ഞങ്ങളിങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് എന്താ കാര്യം? അതെ, നീ അവളെ വഴക്കൊന്നും പറഞ്ഞു. നീ പറഞ്ഞ പോലെ എല്ലാം കാരണന്മാർ ചെയ്തതിൻ്റെ ആയിരിക്കും. ഭൂമിയിൽ സമത്വത്തോടെ എല്ലാ ജീവജാലങ്ങളെയും ദൈവം സൃഷ്ടിച്ചു. സ്വാർത്ഥതയ്ക്കായി മൃഗതുല്യരായ മനുഷ്യർ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. തിരുത്തപ്പെടാൻ അവസരം ലഭിച്ചിട്ടും തിരുത്താത്ത തെറ്റുകൾക്ക് കാലം മാപ്പ് തരില്ല. ആ ശാപം നിങ്ങളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും.